ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വൈകുന്നേരം ചായകളിലേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് പരിചയപ്പെടാം. ബ്രെഡും ചെറുപഴമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും കേട്ടോ. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മിക്സിയുടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഇത് ആവശ്യത്തിനുള്ള പാകത്തിനുള്ളൊരു മധുരമാണ് കേട്ടോ ഈ 1/4 കപ്പ്. പിന്നെ അതിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്, ഇങ്ങനെ പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഈ പഞ്ചസാരയും ബ്രെഡും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 3 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമില്ലാത്തവർക്ക് ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറുപഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുപഴത്തിന് പകരം റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏത് ചെറുപഴം വെച്ചിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയിട്ട് ആദ്യം മിക്സ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് പരുവാണോ അല്ലെങ്കിൽ നോക്കിയിട്ട്, പിന്നെ നിങ്ങൾക്ക് ഓരോ പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ മാവിൻ്റെ ലൂസിന് മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ച് മിക്സ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് അടുത്തതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വീണ്ടും മാവ് ലൂസായി എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടലി 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അഥവാ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൂടുണ്ടായിക്കോട്ടെ. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ബ്രൗൺ കളർ ആവുന്ന വരെ വേവിച്ചെടുക്കുക. ഉൾഭാഗം കറക്റ്റായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയാൽ മതി. അധികം ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. അത് കണ്ടോ, ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചായക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്